ഒരാഴ്ച പിന്നിട്ട് യുദ്ധം. മൂന്ന് വശത്തു നിന്നും യുക്രൈൻ വളഞ്ഞ റഷ്യൻ സൈന്യം. കിഴക്കും വടക്കുകിഴക്കും തെക്കുകിഴക്കും മേഖലകൾ പൂർണ്ണമായും റഷ്യൻ നിയന്ത്രണത്തിലേക്ക്. നൂറുകണക്കിന് ജനവാസ കേന്ദ്രങ്ങൾ റഷ്യൻ സേന ഇടിച്ചു നിരത്തി. മരിയാപോളിൽ മാത്രം 100-ലേറെ പൗരന്മാർ കൊല്ലപ്പെട്ടെന്ന് മേയർ. 9,000 റഷ്യൻ സൈനികരെ കൊന്നൊടുക്കിയെന്ന് സെലൻസ്കി അവകാശപ്പെട്ടു. മരണം 498 എന്ന് റഷ്യ. ചെറുനഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഉഗ്രസ്ഫോടനങ്ങൾ നടക്കുന്നതായി യുക്രൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കീവിലേക്കുള്ള റഷ്യൻ പടനീക്കത്തിന്റെ വേഗം കുറച്ചു. ഖാർക്കിവ് നഗരം സമ്പൂർണമായി റഷ്യൻ തോക്കിൻ മുനയിലായ ദിവസമാണിന്ന്. കീവിലേക്കുള്ള ലോങ് മാർച്ചിന്റെ വേഗം കുറച്ച് ഖാർക്കിവ് ഇടിച്ചു നിരത്തുകയാണ് അധിനിവേശ സൈന്യം. നൂറുകണക്കിന് കെട്ടിടങ്ങളാണ് നിലംപൊത്തിയത്. നിരവധി പേർ കൊല്ലപ്പെട്ടു. ഒരു വശത്തുനിന്ന് ടാങ്കുകൾ, പിന്നെ മിസൈലുകൾ, ഒപ്പം വ്യോമാക്രമണവും. ഭരണം പിടിക്കലല്ല, സർവനാശം തന്നെയാണ് ലക്ഷ്യമെന്നുകൂടി പ്രഖ്യാപിക്കുകയാണ് റഷ്യൻ സൈന്യം. ഖാർക്കിവിലെ തലയെടുപ്പുള്ള കെട്ടിടങ്ങളാണ് കൺമുന്നിൽ വീഴുന്നത്. ഖാർക്കിവ് റെയിൽവേ സ്റ്റേഷൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 10,000-ഓളം ആളുകളാണ് സ്റ്റേഷനിലേക്കെത്താൻ സമീപ പ്രദേശങ്ങളിൽ കാത്തുനിൽക്കുന്നത്. പലർക്കും കാര്യമായി ഭക്ഷണമോ വെള്ളമോ ലഭിച്ചിട്ട് 72 മണിക്കൂർ പിന്നിട്ടു. റഷ്യൻ ആക്രമണത്തിലെ ഏറ്റവും പേടിപ്പിക്കുന്ന കണക്കുകളാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പുറത്തുവിട്ടത്. Росіян за один тиждень на Миколаївському напрямку окупантам доводиться десятками гвинтокрилів забирати своїх 200-х і 300-х. 9,000 റഷ്യൻ സൈനികരെ കൊന്നു. അവരിലേറെയും 19-20 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. ഈ മൃതദേഹങ്ങൾ നീക്കുന്നതിനാണ് യുദ്ധ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. റഷ്യക്കാർക്ക് ഒരു നിമിഷം പോലും സമാധാനത്തോടെ യുക്രൈനിൽ തുടരാൻ കഴിയില്ല. വെള്ളമോ ഭക്ഷണമോ അവർക്ക് കിട്ടില്ല. അശാന്തമായ ദിനങ്ങളാണ് കാത്തിരിക്കുന്നത്. യുക്രൈനുമായി ചർച്ചയ്ക്ക് റഷ്യക്കാർ ബെലാറൂസ് അതിർത്തിയിൽ എത്തിയതിനു പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രസ്താവന. അപ്പോഴും മരിയാപോൾ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കനത്ത മിസൈൽ ആക്രമണം തുടരുകയായിരുന്നു. വാർ ഡെസ്ക്, ന്യൂസ് 18. യുക്രൈനിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ഖെർസൺ നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം റഷ്യൻ സേന ഏറ്റെടുത്തു. ഖെർസൺ മേയർ ഇക്കാര്യം സ്ഥിരീകരിച്ചു. റഷ്യൻ ഷെല്ലാക്രമണത്തിൽ ഷെർണിവിലെ ഡീസൽ പ്ലാന്റ് കത്തിനശിച്ചു. ഖാർക്കിവിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാര്യമായ ആക്രമണം ഉണ്ടായിട്ടില്ല. അതേസമയം യുക്രൈൻ യുദ്ധം അവസാനം കാണും വരെ തുടരുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോവ് വ്യക്തമാക്കി. രണ്ടാം വട്ട സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാന ചർച്ച ഉടൻ നടന്നേക്കുമെന്നാണ് സൂചന. അതിനിടെ റഷ്യൻ എയർക്രാഫ്റ്റ് സുഖോയ് വെടിവെച്ചിട്ടതായി യുക്രൈൻ അവകാശപ്പെട്ടു. ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പൗരന്മാരെ റഷ്യയിൽ നിന്ന് മടങ്ങാൻ ആവശ്യപ്പെട്ടു. വാർ ഡെസ്കിൽ നിന്ന് ജോയ് നായർ ചേരുന്നു. ജോയ്, സമാധാന ചർച്ച ഉടൻ നടക്കും എന്ന പ്രതീക്ഷ വയ്ക്കാമോ? പ്രത്യേകിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഒപ്പം ഈ ആക്രമണം ഏത് രീതിയിലാണ് റഷ്യ തുടരുന്നത്? അശ്വതി, യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ല എന്ന സൂചന തന്നെയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസാനം കാണും വരെ യുദ്ധം തുടരുമെന്ന പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ആണവായുധം ഉപയോഗിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും തങ്ങളുടെ ആലോചന പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്താണ് നടക്കുന്നത് അത് തുടരും. എന്താണ് റഷ്യ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ആ ലക്ഷ്യം കാണും വരെ യുദ്ധം തുടരുമെന്ന് സെർജി ലാവ്റോവ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. നാസിസം പടരുന്ന നാട്ടിലെ ജൂത വംശീയവാദിയാണ് സെലൻസ്കി എന്നും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും സെലൻസ്കിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള വിമർശനം തന്നെയാണ് ലാവ്റോവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ തുടരുന്ന ആക്രമണം വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമായി
സുരക്ഷിതമാക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സെലൻസ്കിയും ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് പ്രതികരിച്ചിരുന്നു. സെലൻസ്കി പറയുന്നത് തങ്ങളുടെ ഈ സ്വന്തം രാജ്യത്തെ യുക്രൈനെ സംരക്ഷിക്കുക അത് ലക്ഷ്യമാണ്. അത് പല നഗരങ്ങളും പല പട്ടണങ്ങളും കൈവിട്ട് പോകുന്ന അവസ്ഥയുണ്ട്. പക്ഷേ അതെല്ലാം തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം സെലൻസ്കി അവസാന നിമിഷത്തിലും ഈ സമയം മുമ്പ് നൽകിയ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് യുക്രൈൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലൂടെ യുക്രൈൻ മുന്നോട്ട് പോകുമ്പോഴും ഖേർസൺ അടക്കമുള്ള വലിയ പട്ടണങ്ങൾ റഷ്യയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഖേർസൺ റഷ്യൻ സേനയുടെ നിയന്ത്രണത്തിലാണെന്ന് അവിടുത്തെ മേയർ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അവിടെയുള്ള ജനങ്ങൾ ഈ റഷ്യൻ സേനയ്ക്ക് മുന്നിൽ ആത്മനിയന്ത്രണം പാലിക്കണം എന്ന ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 1 or 2 പേർ മാത്രമേ ഇത്തരം ഈ പുറത്തിറങ്ങുന്നെങ്കിലും മറ്റും 2-ൽ കൂടുതൽ പേർ ഒരുമിച്ച് പുറത്തിറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ റഷ്യൻ സേനയോട് പ്രകോപനപരമായ രീതിയിൽ പെരുമാറാൻ പാടില്ല. അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്നൊരു ആവശ്യം കൂടി ഈ മേയർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ റഷ്യയുടെ സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, സൗത്ത് ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ഷെല്ലാക്രമണവും മറ്റ് വ്യോമാക്രമണവും അടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കീവിലേക്കുള്ള ഈ റഷ്യൻ സേനയുടെ യാത്ര ഇപ്പോൾ വലിയ തോതിലില്ല. അത് അവരുടെ യാത്രയ്ക്ക് വേഗത കുറച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഖാർക്കീവ് അടക്കമുള്ള കേന്ദ്രങ്ങളിൽ കൂടുതൽ ആക്രമണം നടത്താനുള്ളൊരു പദ്ധതിയാണ് റഷ്യയ്ക്കുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ രാവിലെ ചില സ്ഫോടനങ്ങൾ ഖാർക്കീവിലുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഉച്ചയ്ക്ക് ഈ സമയങ്ങളിലൊന്നും വലിയ തോതിലുള്ള ആക്രമണം ഖാർക്കീവിൽ ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ അവിടെ കൂടുതൽ ഇന്ത്യക്കാർ അടക്കമുള്ളവരുണ്ട്. അവരെ പലായനം അവർക്ക് അവിടെ നിന്ന് മാറുന്നതിനുള്ള സമയം അനുവദിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയാകാം ഇത്തരം ഒരു അയവ് അവിടെ വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങൾ തുടരുന്നുണ്ട്. പ്രത്യേകിച്ചും ഷെർണിവിൽ ഡീസൽ പ്ലാന്റിലുണ്ടായ ഒരു തീപിടുത്തമുണ്ടായി. അത് റഷ്യയുടെ ഷെല്ലാക്രമണത്തിലാണ് ആ പ്ലാന്റിന് തീ പിടിച്ചത്. അത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ഷെല്ലാക്രമണങ്ങൾ തുടരുന്നു. അത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും വരുന്ന മണിക്കൂറുകളിൽ അവരുടെ ഈ ആക്രമണത്തിൻ്റെ ഒരു ശക്തി കൂട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലാവ്റോവിൻ്റെ പ്രസ്താവനയിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള ആക്രമണം തുടരുമ്പോൾ മറ്റു രാജ്യങ്ങൾ, ഫ്രാൻസ് റഷ്യയിലുള്ള തങ്ങളുടെ പൗരന്മാരോട് നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. മറ്റു രാജ്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളും യുക്രൈൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അവർ പ്രത്യാക്രമണം നടത്തുന്നതായി അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ ഭാഗമായാണെങ്കിൽ പോലും നിരവധി സൈനികരെ വധിക്കുന്നതായും ഒക്കെ റഷ്യൻ സൈനികരെ വധിച്ചതായും ഒക്കെയുള്ള അവരുടെ അവകാശവാദമുണ്ട്. സുഖോയ് വിമാനം വെടിവെച്ചിട്ടു, Su-30 വെടിവെച്ചിട്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ. അതിന്റെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും ഈ റഷ്യയുടെ ആക്രമണം തുടരുമ്പോൾ തന്നെ യുക്രൈനും അവകാശവാദങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട്. നിരവധി പട്ടാളക്കാരെ ഞങ്ങൾ വധിച്ചു, റഷ്യയുടെ പല യുദ്ധ സാമഗ്രികളും നശിപ്പിച്ചു തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചു. ഏറ്റവും ഒടുവിലാണിപ്പോൾ സുഖോയ് Su-30 വിമാനം വെടിവെച്ചിട്ടതായി യുക്രൈൻ അവകാശപ്പെടുന്നത്. നമുക്കറിയാം റഷ്യയുടെ പ്രസ്റ്റീജിയസ്, അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർ വളരെ കാര്യമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഒരു എയർക്രാഫ്റ്റാണ് സുഖോയ്. അത് വെടിവെച്ചിട്ടു എന്നുള്ളൊരു അവകാശവാദമാണ് യുക്രൈൻ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും ഇത് റഷ്യയുടെ ഭാഗത്തുനിന്നൊരു വലിയ സ്ഥിരീകരണ ഇക്കാര്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ യുക്രൈൻ അത് കൃത്യമായി പറയുന്നു, ആ എയർക്രാഫ്റ്റ് വെടിവെച്ചിട്ടു എന്നുള്ളത്. എങ്കിൽ അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് റഷ്യയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത്. കാരണം അവരുടെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർ വലിയ കാര്യമായി വലിയ പ്രസ്റ്റീജിയസ് ഇതായി കൊണ്ട് നടക്കുന്ന ഒരു എയർക്രാഫ്റ്റാണ് സുഖോയ്. അപ്പോൾ ആ സുഖോയ് വിമാനം വെടിവെച്ചിട്ടു എന്നുള്ളൊരു അവകാശവാദം യുക്രൈൻ്റെതായി വന്നിട്ടുണ്ട്. ആ യുക്രൈൻ്റെ അവകാശവാദത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങളൊന്നും റഷ്യയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും തുടരുന്നുണ്ട്. അശ്വതി, ശരി. ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് ഗോപിക കൂടി തുടരുന്നുണ്ട്. ഗോപിക, നമ്മൾ ആ കുട്ടികളെ ഇന്ത്യയിലുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാനായി നമ്മൾ ശ്രമം തുടരുകയാണ്. ഓപ്പറേഷൻ ഗംഗ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഊർജിതമാകുന്നു എന്ന് വേണം പറയാൻ. ഈ കുട്ടികളുമായി സംസാരിക്കുമ്പോൾ അവരിപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉള്ളത്? നേരത്തെ ഹർക്കീവിലും സുമിയിലും ഒക്കെയാണ് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത്. ഹർക്കീവിൽ നിന്ന് വിദ്യാർത്ഥികളോട് ഇന്നലെ ഒഴിഞ്ഞു പോകാനൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഈ സമയത്ത് അവർ എവിടെയാണുള്ളത്? അവർ സുരക്ഷിതരാണോ? അവരുമായി ബന്ധപ്പെടുന്നുണ്ടോ ഗോപിക?
അശ്വതി, അവരുമായി ഞാൻ നിരന്തരം സംസാരിക്കുന്നുണ്ട്. ഈ ഹർക്കീവിൽ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകണം എന്ന് ഇന്നലെ എംബസി നിർദ്ദേശം നൽകിയിരുന്നതനുസരിച്ച് നമ്മുടെ പല കുട്ടികളും ഹർക്കീവിനോട് ഏറ്റവും അടുത്തുള്ള പട്ടണങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് പലർക്കും ട്രെയിനിലും മറ്റും ആക്സസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, അതിർത്തിയിലേക്ക് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഒക്കെയുണ്ട്. അതൊക്കെയാണ് ആ കുട്ടികൾ നമ്മളോട് ആ തരത്തിൽ പങ്കുവച്ചത്. ഇപ്പോൾ അവസാന കാണുവരെ യുദ്ധം തുടരുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോസ് പറയുന്ന ഒരു ഘട്ടം ഇനിയുള്ള മണിക്കൂറുകൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകൾ, അല്ലെങ്കിൽ ഏറ്റവും ആശങ്കാജനകമായ മണിക്കൂറുകൾ എന്ന് വേണം പറയാൻ. കാരണം എത്രയും വേഗം ഇവാക്വേഷൻ നടക്കേണ്ടതുണ്ട്. ഈ തരത്തിൽ ഇന്ത്യയുമായുള്ള റഷ്യയുടെ നയതന്ത്ര ചർച്ചകൾക്കൊടുവിൽ റഷ്യൻ സർക്കാർ അത്തരത്തിൽ അനുകൂലമായ ഒരു തീരുമാനം ഇന്ത്യയെ അറിയിക്കുകയുണ്ടായി എന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കൊടുത്ത വാർത്ത. പക്ഷേ അത് സംബന്ധിച്ച് എംബസിയുടെ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികൾക്ക് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇതുവരെയും കിട്ടിയിട്ടില്ലാത്ത ഒരു സാഹചര്യം ഒക്കെയുണ്ട്. ആ തരത്തിലുള്ള മുന്നറിയിപ്പുകൾക്കായാണ് കുട്ടികളും മറ്റും പല ക്യാമ്പുകളിലും ബേസ്മെന്റ് ക്യാമ്പുകളിലും ഒക്കെ കഴിയുന്നത്. ഇനി ഇന്ത്യൻ എംബസി നൽകേണ്ട നിർദ്ദേശം എങ്ങനെയാണ് റഷ്യൻ ബോർഡർ വഴി അല്ലെങ്കിൽ റഷ്യ അതിർത്തി വഴി ഉള്ള ഇവാക്വേഷൻ പ്രോസസ്സ് എന്നതിനെ കുറിച്ച് ആണ്. ആ തരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഒക്കെ തന്നെയും ആശങ്കാകുലരാണ്. സുമിയിലും മറ്റുമുള്ള വിദ്യാർത്ഥികൾ, അവിടെ 600ഓളം വരുന്ന മലയാളി വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോഴും ബങ്കറുകളിൽ കഴിയുകയാണ്. യുദ്ധം 8ാം ദിവസം തുടരുമ്പോഴും ബങ്കറുകളിൽ കഴിയുകയാണ്. ഇന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനയൊക്കെ തന്നെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ റഷ്യയോട് ഏറ്റവും അതിർത്തി പങ്കിടുന്ന ഹർക്കീവ്, സുമി മേഖലകളിലുള്ള കുട്ടികളുടെ ഇവാക്വേഷനാണ് ഇന്ത്യൻ എംബസി ഏറ്റവും വേഗത്തിൽ തന്നെ ചെയ്യേണ്ടത്. അതാണ് ഗോപിക, അവിടെ ഇപ്പോഴും കുട്ടികൾ കുടുങ്ങിക്കിടക്കുന്നു. അവർ വലിയ ആശങ്കയിൽ തന്നെയാണ്. അവരുടെ വാക്കുകൾ, സുമിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളുടെ വാക്കുകളിലേക്ക്. ഞങ്ങൾ ഇന്നലെ ബാഗ് പാക്ക് ചെയ്തിരുന്നോളാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നലെ രാത്രിയെങ്കിലും നമ്മളെ ഇവാക്വേഷൻ നടക്കുമായിരിക്കുന്നു. പക്ഷെ ഇന്നലെ ഉണ്ടായില്ല. ഇന്ന് ഉണ്ടാവും വിചാരിച്ചു, ഇന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ നമുക്ക് ഒരു 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 ഇവാക്വേഷൻ പ്ലാൻസ് എംബസി നിർദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഇടയ്ക്ക് ഷെല്ലിങ് കൂടുമ്പോ നമ്മള് ഷിഫ്റ്റ് ആവും, ബങ്കറിലേക്ക് മാറും. ഞങ്ങള് എഴുന്നേക്കുന്നതിന്റെ ഷെല്ലിങ്ങിന്റെ ഒക്കെ സൗണ്ട് കേട്ടിട്ടാണ്. ഇപ്പൊ തന്നെ സുമിയുടെ ഒരു യൂണിവേഴ്സിറ്റി ഇപ്പൊ തകർത്തു എന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് അടുത്തിടെ കിട്ടിയ. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് ഇവാക്വേറ്റ് ചെയ്യാനായിട്ടൊരു മെത്തേഡ് ഇല്ലെങ്കിൽ എനിക്ക് അറിയില്ല. നിങ്ങൾ പെട്ടെന്ന് ഓടിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവിടെ 500ഓളം കുട്ടികളുണ്ട്. ഞങ്ങൾ എങ്ങോട്ട് ഓടാനാണ്? ഖാർക്കീവിലെ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് അവരെയും ഇവാക്വേറ്റ് ചെയ്ത് എല്ലാം പെട്ടെന്ന് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെയും ഭയങ്കര അവസ്ഥ. ജീവൻ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ എപ്പോഴാ ഞങ്ങളെ രക്ഷിക്കുന്നതെന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഖാർക്കീവിലെ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് അവരെയും ഇവാക്വേറ്റ് ചെയ്ത് എല്ലാം പെട്ടെന്ന് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെയും ഭയങ്കര അവസ്ഥ. ജീവൻ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ എപ്പോഴാ ഞങ്ങളെ രക്ഷിക്കുന്നതെന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഗോപിക, വലിയ ആശങ്ക തന്നെയുണ്ട് അവർക്ക്. അവർ സംസാരിക്കുന്നത് പോലെ ഇപ്പോൾ റഷ്യയ്ക്ക് റഷ്യൻ അതിർത്തി വഴി അവരെ രക്ഷപ്പെടുത്തുമെന്നൊക്കെ പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ഈ മണിക്കൂർ വരെ അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അശ്വതി, അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള അറിയിപ്പും അത്തരത്തിൽ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. കുട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിലും മറ്റും ചെയ്തതുപോലെ സ്വന്തം റിസ്കിലും അവരുടെ ഏജന്റുമാരെയൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ അതിർത്തികളിലേക്കും മറ്റും യാത്ര തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ എംബസി 5000ഓളം പേരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ നിന്ന് പ്രത്യേക ചാർട്ടേഡ് വിമാനം കേരള സർക്കാർ അറേഞ്ച് ചെയ്തതിനനുസരിച്ച് ഈ സമാധാന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇനി അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. എത്രത്തോളം നമുക്ക് പ്രതീക്ഷിക്കാം? ഗോപിക, ഇന്നലെ ഈ സമയത്ത് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സമാധാന ചർച്ച നടക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ സമയത്തെത്തുമ്പോഴും ആ ചർച്ച എത്രത്തോളം നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിലൊരു അവ്യക്തത ഈ സമയത്തും തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ചർച്ച ഏതാനും മിനിറ്റുകൾക്കകം ആരംഭിക്കുമെന്ന് ചില വാർത്താമാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഷ്യയുടെയും അതുപോലെ യുക്രൈൻ്റെയും പ്രതിനിധികൾ പറയുന്നതും ഈ ചർച്ച ഇപ്പോൾ നടക്കും എന്നുള്ളത് തന്നെയാണ്. നടക്കാനുള്ളൊരു സാധ്യതയ്ക്ക് മങ്ങലേറ്റിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നുള്ളതാണ് അവ്യക്തമായി തുടരുന്നത്. പ്രത്യേകിച്ചും ബെലാറസ് അതിർത്തിയിൽ ഇത് ചർച്ച നടക്കാനുള്ള ആ വേദിയെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ ആ ഒരു ചർച്ചയിലേക്ക് എപ്പോഴും അടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഒടുവിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമായ ലാവ്റോവിന്റെ പ്രസ്താവന തന്നെ വായിക്കുമ്പോൾ അതിശക്തമായ ഭാഷയിലാണ്. ചർച്ച നടന്നാലും ആശാവഹമായ കാര്യങ്ങൾ അതിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ?
ഒരിക്കലുമില്ല. കാരണം ലാവ്റോവ് പറയുന്നത് അവസാനം കാണാൻ വരെ യുദ്ധം ചെയ്യുമെന്നാണ് പറയുന്നത്. അവസാനം വരെ ഞങ്ങൾ പറയുന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങും വരെ യുദ്ധം ചെയ്യുമെന്ന് ലാവ്റോവ് തന്നെ വ്യക്തമാക്കുമ്പോൾ ഈ ചർച്ചയുടെ ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നമ്മൾ നോക്കിക്കാണുന്നുണ്ട്. പക്ഷേ മറ്റു ചില കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു റഷ്യ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു കാര്യം യാനുകോവിച്ചിനെ റഷ്യൻ പ്രസിഡന്റ് യുക്രൈൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിച്ചുകൊണ്ടൊരു പ്രശ്നപരിഹാരത്തിനുള്ളൊരു സൊല്യൂഷനായിരിക്കും അവർ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. പക്ഷേ വിക്ടർ യാനുകോവിച്ചിനെ എത്രത്തോളം സെലൻസ്കി അനുകൂലിക്കുമെന്നും ഈ യുക്രൈൻ പ്രതിനിധികളായി എത്തുന്നവർ അംഗീകരിക്കുമെന്നുള്ളതും സംശയം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളാകാം ഈ ചർച്ചയിലേക്ക് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യുദ്ധം ഒരുപാട് ദിവസത്തേക്ക് നീണ്ടുപോകാനുള്ള ഒരു സാധ്യത അത് തന്നെയല്ലേ ഈ റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു പ്രസ്താവന തന്നെയാണ്. കാരണം സെലൻസ്കിയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം സെലൻസ്കി തന്നെയാണ്. സെലൻസ്കി സ്ഥാനപ്രശ്നമാക്കുക, നഗരങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ലക്ഷ്യം. അത്തരത്തിൽ അവർ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി, ഈ ഖെർസൺ നഗരം പിടിച്ചു കഴിഞ്ഞു. ഇനി മറ്റു പ്രധാനപ്പെട്ട ചില നഗരങ്ങളുണ്ട്. കീവിലേക്കുള്ള യാത്ര അവർ പകുതിയാക്കി തൊട്ടടുത്ത് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തുകൂടെയും യുക്രൈൻ പിടിക്കുക എന്നൊരു വലിയ നീക്കമാണ് റഷ്യൻ സേന നടത്തുന്നത് എന്നീ അവസരത്തിൽ പറയാം. അതാണ് വാർ ഡെസ്കിൽ നിന്നും ജോയ് നായരും ഗോപിക സുരേഷുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, വിശകലനങ്ങൾ നൽകിയത്. ഇന്ത്യൻ പൗരന്മാരെ യുക്രൈൻ സേന മനുഷ്യ കവചമാക്കുന്നുവെന്ന റഷ്യയുടെ ആരോപണം തള്ളി ഇന്ത്യ. ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടും ഇതുവരെ ലഭിച്ചില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. യുക്രൈൻ അധികൃതരുടെ സഹകരണത്തോടെയാണ് നിരവധി വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചതെന്നും വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു. യുദ്ധം ചെറുക്കാൻ ഇന്ത്യൻ പൗരന്മാരെ യുക്രൈൻ സൈന്യം മനുഷ്യ കവചമാക്കുന്നുവെന്നായിരുന്നു റഷ്യയുടെ ആരോപണം. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് യുക്രൈനാണെന്നും ഇന്ത്യൻ വിദ്യാർത്ഥികളെ അതിർത്തി കടക്കാൻ അനുവദിക്കുന്നില്ലെന്നും റഷ്യ ആരോപിച്ചിരുന്നു. എന്നാൽ റഷ്യയുടെ ആരോപണം ഇന്ത്യ തള്ളി. ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിന് യുക്രൈൻ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ബന്ദിയാക്കുന്നതായി റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും വിദേശകാര്യ വക്താവ് അരിന്ദം ബഗ്ചി പറഞ്ഞു. ഒഴിപ്പിക്കൽ നടപടികൾക്കായി ഇപ്പോഴും യുക്രൈനുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. യുക്രൈന്റെയും അയൽ രാജ്യങ്ങളുടെയും സഹകരണത്തിന് നന്ദി അറിയിക്കുന്നതായും അരിന്ദം ബഗ്ചി പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണത്തിലൂടെ റഷ്യയുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് വ്യക്തമായതായി ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി വേണു രാജാമണി പറഞ്ഞു. ആരും അവരെ ഹോസ്റ്റേജായി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു വാദത്തിന് ഒരു കഴമ്പുമില്ല എന്നുള്ളത് തന്നെ നമുക്ക് തറപ്പിച്ച് പറയാം. വിദേശ വിദ്യാർത്ഥികളെ ബന്ദികളാക്കിയിരിക്കുന്നത് റഷ്യയെന്ന് യുക്രൈൻ കുറ്റപ്പെടുത്തിയിരുന്നു. ജനവാസ മേഖലകളിൽ റഷ്യ ആക്രമണം നടത്തുന്നതിനാൽ ഒഴിപ്പിക്കൽ അപകടകരമാണെന്നും യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് 18 ഡൽഹി. യുക്രൈൻ രക്ഷാദൌത്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ. ഹാർക്കീവിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച രക്ഷാദൌത്യം മന്ദഗതിയിലായിരുന്നു. പൂരം കഴിഞ്ഞ് വെടിക്കെട്ട് നടത്തിയ പോലെയായി കേന്ദ്ര സർക്കാർ നടപടി. റഷ്യയുടെ സഹായത്തോടെ നേരത്തെ തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് പ്രയോജനപ്പെടുത്തുന്നതിൽ കാലതാമസമുണ്ടായെന്നും ശ്രീരാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി. പൂരം കഴിഞ്ഞിട്ട് വെടിക്കെട്ട് നടത്തുന്ന പോലെയായി പോയി. ഇതേ ആക്ഷൻ ഒരു 4 ദിവസം മുമ്പ് ചെയ്യായിരുന്നെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു കം ഔട്ട്. ഇപ്പോൾ ഇതുവരെയും എംബസിയെയോ കേന്ദ്ര ഗവൺമെന്റിനെയോ ഒരു കുറ്റപ്പെടുത്തൽ നടത്തിയിട്ടില്ല. കാരണം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ട്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്നലെ ആ കുട്ടികളുടെ ഒരു അവസ്ഥ, അവർ 3 മണിക്കൂർ ടണലിലൂടെ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ കുട്ടികളോട് വീണ്ടും 12 കിലോമീറ്ററും 13 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകാൻ പറയുന്നത്. എങ്ങനെ പോകും? വാഹനങ്ങളില്ല, ഷെല്ലാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ നടുവിലൂടെ നടന്നു പോകണമെന്നാണ് പറയുന്നത്. അത്തരമൊരു ഡയറക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ. യുക്രൈൻ രക്ഷാദൌത്യത്തിന് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി. നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും യുദ്ധഭൂമിയിൽ ഉണ്ടെന്ന് ഓർക്കണമെന്നും കോടതി ചീഫ് ജസ്റ്റിസ് NV രമണ പറഞ്ഞു. യുക്രൈൻ രക്ഷാദൌത്യത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു പരാമർശം. അതേസമയം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റഷ്യയോട് ആവശ്യപ്പെടാൻ തനിക്ക് കഴിയുമോ എന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. 4 കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ രക്ഷാദൌത്യം വിജയകരമായി പുരോഗമിക്കുകയാണെന്ന് അറ്റോർണി ജനറൽ സുപ്രീംകോടതിയെ അറിയിച്ചു.
യുക്രൈനിൽ വെടിനിർത്താൻ റഷ്യ തയ്യാറാകണമെന്ന് CPM. അതിർത്തിയിലെ ആയുധവിന്യാസം റഷ്യ അവസാനിപ്പിക്കണമെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. യുക്രൈനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി റഷ്യ അംഗീകരിക്കണം. യുക്രൈൻ നേറ്റോയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നിഷ്പക്ഷത പുലർത്തണമെന്നും സീതാറാം യെച്ചൂരി കൊച്ചിയിൽ പറഞ്ഞു. We are hoping and we are asking and we want the Russian government to immediately and Putin to declare a ceasefire and for Ukraine to dismantle the NATO infrastructure, to not join the NATO and to remain a neutral country like you had Switzerland after the Second World War. You remain a neutral country which doesn't take a position either with the NATO or with the USSR, and that stature must be protected by all. യുക്രൈനിൽ നിന്ന് വരുന്നവർ ഒപ്പം കൊണ്ടുവരുന്നത് ഓമനിച്ച് വളർത്തിയ മൃഗങ്ങളെ കൂടിയാണ്. പൂച്ചകളെയും നായ്ക്കളെയും ഒക്കെ അവിടെ ഉപേക്ഷിച്ചു പോരാതെ ഒപ്പം കൊണ്ടുവരികയാണ് പ്രത്യേക വിമാനങ്ങളിൽ. ഈ വലിയ നായയുമായി വന്നിറങ്ങുന്നത് ഒരു മലയാളിയാണ്. ഉത്തരേന്ത്യക്കാരനായ സഹപാഠി നേരത്തെ തന്നെ നാട്ടിലേക്ക് പോന്നിരുന്നു. നീല എന്ന നായയെ നോക്കാൻ സുഹൃത്തുക്കളെ ഏൽപ്പിച്ചു പോന്നതാണ്. അപ്പോഴാണ് യുദ്ധപ്രഖ്യാപനം. അതോടെ സഹപാഠി നാട്ടിലേക്കുള്ള യാത്രയിൽ സുഹൃത്തിന്റെ പ്രിയപ്പെട്ട നായയെയും ഒപ്പം കൂട്ടി. बाकी भी कुत्ते हैं ना दोस्तों का, तो बाकी लोग ने छोड़ के गया था. बट मैं इसको लेके आया. अच्छा, तो अभी क्या नाम है इसका? नीला. नीला नीला അവിടെ ഉപേക്ഷിച്ചു പോരാൻ തോന്നിയില്ല എന്ന് പറയുന്നത് ഈ ഒരാൾ മാത്രമല്ല. അതേ വിമാനത്തിൽ വന്നതാണ് തമിഴ്നാട് സ്വദേശി ഗൗതം. കയ്യിലുള്ള ബാസ്ക്കറ്റിൽ ഒരു പൂച്ചയാണ്. നിറം പോലെ തന്നെയാണ് പേരും, ഗ്രേ. കീവിൽ 4 മാസം മുൻപ് വാങ്ങിയതാണ്. നാട് വിടേണ്ടി വന്നപ്പോൾ അവിടെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. Yeah, I was with her in the bunker for like 3 days. Then we traveled to the border with her, and then I take her to our embassy. Then I ask our Poland ambassador. Then she helped me to carry her in the flight. നിരവധി വിദ്യാർത്ഥികളാണ് പ്രത്യേക അനുമതിയുമായി വളർത്തുമൃഗങ്ങളെ ഒപ്പം കൂട്ടി നാട്ടിലെത്തുന്നത്. വാർ ഡെസ്ക്, ന്യൂസ് 18. യുദ്ധഭൂമിയിൽ നിന്ന് സേറയുമായി ആര്യ തിരിച്ചെത്തി. പൊന്നോമനയായ വളർത്തുനായയെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന ആര്യയുടെ അഭ്യർത്ഥനയ്ക്ക് മുന്നിൽ റൊമേനിയൻ പട്ടാളം വഴങ്ങുകയായിരുന്നു. സഹായിച്ച എല്ലാവർക്കും ആര്യ നന്ദി പറഞ്ഞു. യുദ്ധഭൂമിയിൽ നിന്ന് പ്രാണരക്ഷാർത്ഥമുള്ള പരക്കംപാച്ചിലിനിടയിലും സേറയെ ഉപേക്ഷിക്കാൻ ആര്യയ്ക്കായില്ല. നിരവധി പ്രതിസന്ധികൾ മറികടന്നാണ് മെഡിക്കൽ വിദ്യാർത്ഥി ആര്യ സേറയുമായി ഇന്ത്യയിലെത്തിയത്. റുമേനിയൻ അതിർത്തിയിലേക്ക് ഏറെ ദൂരം നടന്നാണ് ആര്യയും സൈബീരിയൻ ഹസ്കി ഇനത്തിൽപ്പെട്ട നായക്കുട്ടിയും എത്തിയത്. റൊമേനിയൻ പട്ടാളക്കാർ തടഞ്ഞിട്ടും നായക്കുട്ടിയില്ലാതെ മടങ്ങില്ലെന്ന് തീർത്തു പറഞ്ഞു. ഒടുവിൽ പട്ടാളക്കാർ വഴങ്ങി. ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അറ്റ് പ്രസന്റ് ഞങ്ങൾ ടയേർഡാണ്. ഇപ്പൊ കൂടുതലൊന്നും പറയാനില്ല. എന്നെ പോലെ തന്നെ കുറെ പേര് അവിടെ ഉണ്ട് പെറ്റ്സിനൊക്കെ ആയിട്ട് വരാൻ. എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അറ്റ് പ്രസന്റ് അതേ പറയാനുള്ളൂ. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിലുള്ള സൈനികന്റെ സഹായവും സേറയുടെ യാത്രയ്ക്കുള്ള നടപടികൾ വേഗത്തിലാക്കി. ഒരു സൈനികൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയത് മൊത്തം കടമയും തീർത്തു. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് നിന്നത് ഇവിടെ ഒന്ന് വരാൻ വേണ്ടി, ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിക്കാൻ വേണ്ടി. ഒത്തിരി സന്തോഷം. കീവിലെ വെനിസീലിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ് ഇടുക്കി ദേവികുളം സ്വദേശിയായ ആര്യ. ന്യൂസ് 18 ഡൽഹി. അതേസമയം വളർത്തുമൃഗങ്ങളെ വിമാനത്തിൽ കയറ്റാനാകില്ലെന്ന് എയർ ഏഷ്യ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാർ സജ്ജമാക്കിയ വിമാനത്തിൽ വളർത്തുമൃഗങ്ങളെ അനുവദിക്കാനാകില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. മറ്റ് വിമാന സർവീസുകൾ പരിഗണിക്കുമെന്ന് ആര്യ പറഞ്ഞു. യുക്രൈനിൽ നിന്ന് അതിർത്തി കടക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് തിരിച്ചെത്തിയ മലയാളി വിദ്യാർത്ഥികൾ. ഇന്നലെ ഡൽഹിയിലെത്തിയ 5 പേർ രാവിലെ തിരുവനന്തപുരത്തെത്തി. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. എന്നാണ് ഉക്രൈനിൽ നിന്ന് ബോർഡർ കടക്കാനായത്? ബോർഡർ കടന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ? ഞങ്ങൾക്ക് ബോർഡർ കടക്കാൻ 27-ാം തീയതിയാണ് പറ്റിയത്. അവിടെ ഇച്ചിരി കഷ്ടമായിരുന്നു. അതായത് നമ്മൾ 26-ാം തീയതി അവിടെ നിന്ന് തിരിച്ചിട്ട് രാത്രി 10 മണിയൊക്കെ ആയപ്പം
ബോർഡറിൻ്റെ അവിടെ നിന്നൊരു 15 കിലോമീറ്റർ ബാക്കോട്ട് നമ്മൾ നടക്കേണ്ടി വന്നു. അത് നടന്നു കഴിഞ്ഞ് ബോർഡർ എത്തിയിട്ട് അവിടെ തണുപ്പത്ത് നിൽക്കേണ്ടി വന്നു. അവിടെ പിന്നെ കുറച്ച് ക്രൗഡിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 6-6:30 ആയപ്പോഴാണ് ഓരോരുത്തർ കുറേശ്ശെ ഉള്ളിലോട്ട് കയറിയത്. മെയിനായിട്ട് പറയാനുള്ളത് കാർക്കീവ്, സുമി, കീവ് ഈ സ്ഥലങ്ങളിലുള്ള ഇന്ത്യൻ സ്റ്റുഡൻസിനെ എങ്ങനെയെങ്കിലും ഗവൺമെന്റ് നേതൃത്വം നൽകി രക്ഷിക്കണമെന്നാണ്. നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ അവസ്ഥ അവർക്ക് ഷെൽട്ടറിൽ ഇരിക്കുക. അവര് ബോംബ് പൊട്ടുന്ന ശബ്ദമൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ കുറെ ബോർഡർ കടക്കാനായി നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല, അവരൊക്കെ എത്തും. കാത്തിരിപ്പുകൾക്കെല്ലാം ശേഷം എന്തായാലും എല്ലാവരും എത്തി. ഒരു സന്തോഷകരമായ ഒരു അനുഭവം അല്ലെങ്കിൽ അത്തരമൊരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാനാകുന്നത്. ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ വളരെ പേടിച്ചായിരുന്നു. സന്തോഷമായല്ലോ. സന്തോഷം, വളരെ നന്ദിയുണ്ട് മക്കളെ തിരിച്ചു കൊണ്ടുവന്നതിന്. എന്തായാലും ബാക്കിയുള്ളവരെ കൂടി എത്തിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്ന മറ്റ് മാതാപിതാക്കൾ. കനത്ത യുദ്ധം നടക്കുന്ന ഹർക്കീവിൽ നിന്നും അതിസാഹസികമായാണ് ഇന്ത്യൻ കുട്ടികളിൽ പലരും 1000-ലേറെ കിലോമീറ്റർ അകലെ പടിഞ്ഞാറൻ അതിർത്തിയിൽ എത്തിയത്. യുക്രൈൻ പോളണ്ട് അതിർത്തിയിൽ നഗരമായ സീഷയിൽ നിന്നും ന്യൂസ് 18 പ്രതിനിധി മഹാസിദ്ദിഖിയുടെ റിപ്പോർട്ട്. Incidentally, I met a group of 50 students from Kharkiv yesterday who had made their way, escaped from Kharkiv and come to the Polish border and crossed over to Poland. None of them seemed to make this charge. In fact, they said that they were in the basement of their institute for 6 days, and it is when they were running out of food and water that they decided to take this drastic off without an advisory being given to them to step out and take the chance of making themselves available through any mode of transport and be brought to the border along with an entire group of set of people. Really, they said that the desperation of people was simply because they did not know what to do. They were being asked to stay back because the situation outside was not at all conducive for anybody to step out. They said they did realize that because one of the girls told us how when she went back to her flat to take her bag with just the essentials, her passport and other stuff, she said that there was an explosion which was so strong that the building's windows were entirely shattered, and she said for a moment we thought that the building will collapse on us and we will die over here. It is under these very challenging circumstances that many of them have simply risked their lives to reach the border. This was not advised by the government, of course, because the idea is to stay in a safe location and make your way out of a particular location when there is passage for you that is provided. But as I'm pointing out, these students were desperate. As far as the charge of human shield is concerned, it's a very serious charge. റഷ്യൻ സൈന്യം ഹർക്കീവ് കീഴടക്കുമ്പോൾ ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് 80 ആണ്ട് മുൻപുള്ള ദുരന്തം. ഹിറ്റ്ലറുടെ അധിനിവേശത്തിൽ ലോകത്തെ ഏറ്റവും നാശമുണ്ടായ നഗരങ്ങളിലൊന്നാണ് ഹർക്കീവ്. 2,56,000 പേർ ഈ നഗരത്തിൽ മാത്രം അന്ന് കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. 9 ലക്ഷം പേർ ഉണ്ടായിരുന്ന നഗരത്തിൽ പിന്നീട് ശേഷിച്ചത് 200 പേർ മാത്രമായിരുന്നു. ആ ചാരത്തിൽ നിന്ന് പുനർനിർമ്മിച്ചതാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഹർക്കീവ്. വർഷം മുമ്പ് ഹാർക്കീവിലേക്ക് വന്നിറങ്ങിയ സൈന്യം. അന്ന് ജർമ്മൻ ഹെലികോപ്റ്ററുകൾ ആണെങ്കിൽ ഇന്ന് റഷ്യൻ ചോപ്പറുകൾ. കടന്നുവരുന്നവരുടെ ദേശീയതയും പേരും മാത്രമേ മാറുന്നുള്ളൂ. ഹിറ്റ്ലറുടെ സ്ഥാനത്ത് പുടിൻ. ഹാർക്കീവിന്റെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന കോട്ടയാണ് ഹിറ്റ്ലർ ഇടിച്ചു നിരത്തിയതെങ്കിൽ പുടിൻ നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ഫ്രീഡം സ്ക്വയർ വീഴ്ത്തി. ഇങ്ങനെ പുടിൻ തകർത്ത കെട്ടിടത്തിന് സ്വതന്ത്ര ചത്തുരം എന്ന പേര് വന്നത് ജർമ്മനിയിൽ നിന്ന് മോചനം കിട്ടിയപ്പോഴാണ്. അന്ന് ആ നഗരത്തിൽ ശേഷിച്ചിരുന്നത് 200 പേർ മാത്രമാണ് എന്നാണ് രേഖകൾ. നാസികൾ കൊന്നൊടുക്കിയത് 2,56,000 പേരെ. 1,64,000 പേരെ തടവിലാക്കി കൊണ്ടുപോയി. 9 ലക്ഷം ജനങ്ങളുണ്ടായിരുന്ന നഗരത്തിൽ പിന്നെ ശേഷിച്ച 200-ൽ 2 പേരാണ് PN ഷിരോണിനും O യാരേഷും. ഹാർക്കിവിലെ ഇന്നത്തെ തെരുവുകളും പാർക്കുകളും ഇവരുടെ പേരിലാണ്. അന്ന് ഹിറ്റ്ലറോട് പോരാടി അതിജീവിച്ചവർ
അന്ന് ചാരത്തിൽ നിന്നും പണിതുരത്തിയ നഗരമാണ് പുട്ടിന്റെ സംഘം നിലംപരിശാക്കുന്നത്. ഉക്രൈൻ ഉൾപ്പെടെയുള്ള റഷ്യൻ മേഖലകളിലേക്ക് ഹിറ്റ്ലർ അയച്ചത് 2500 എയർക്രാഫ്റ്റുകൾ, 3000 ടാങ്കുകൾ. ഇന്ന് 2 ലക്ഷം റഷ്യൻ സൈനികരാണ് കടന്നുവരുന്നതെങ്കിൽ അന്ന് 3 ലക്ഷം സൈനികർ. ബാർബറോസ ഫോഴ്സ് എന്നായിരുന്നു വിളിപ്പേര്. ജർമ്മനിക്കൊപ്പം ഫിൻലൻഡും റൊമാനിയയും കൂടി ചേർന്നു. അന്ന് സ്റ്റാലിനെ മറികടന്നു വന്ന ഹിറ്റ്ലറെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് പുടിൻ. റഷ്യൻ ആക്രമണത്തിന്റെ ആദ്യ 8 ദിവസങ്ങളിൽ ഏറ്റവും നാശമുണ്ടായത് ഹാർക്കീവിലാണ്. തിരിച്ചെടുക്കാൻ ഒന്നും ബാക്കിയില്ലാത്ത നഗരം. 1945 ശേഷം എന്നതുപോലെയാണ് ഇനി. ചാരത്തിൽ നിന്ന് പുനർജനിക്കാൻ റഷ്യ അനുവദിക്കുമോ? അതോ എന്നേക്കുമായി ചരിത്രത്തിലേക്ക് പോകുമോ സ്ലാവിക് ഗോത്രത്തിന്റെ ഈ ആസ്ഥാന നഗരം? വാർഡെസ്ക്, ന്യൂസ് 18. ജീവഭയത്തിന് മുകളിലാണ് ദേശീയതാ വികാരം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് യുക്രൈൻ. ഹിറ്റ്ലറുടെ അധിനിവേശ കാലത്ത് ജനിച്ച വിയർക്കോയ്ക്ക് ചെർണോബിൽ ദുരന്തത്തിൽ ഭാര്യയെ നഷ്ടമായി. ഇപ്പോൾ രാജ്യത്തെ രക്ഷിക്കാൻ തോക്കുമായി തെരുവിൽ നിൽക്കുകയാണ് ഈ വയോധികൻ. തോക്കുമായി കീവിന്റെ തെരുവുകളിലൂടെ നടക്കുന്നത് ഇയോർ വിയർക്കോ. പട്ടാളക്കാരനായിരുന്നില്ല, അധ്യാപകനായിരുന്നു. വയസ്സ് 81. ഹിറ്റ്ലർ യുക്രൈൻ കീഴടക്കിയ കാലത്ത് ജനിച്ചതാണ്. സ്വന്തം വീടിന്റെ ഇന്നത്തെ സ്ഥിതി കാണിക്കുകയാണ് വിയർക്കോ. കണ്ടില്ലേ, ഈ വീട് സമ്പൂർണമായി കീഴ്മേൽ മറിഞ്ഞതുപോലെയായി. അടുത്ത് സ്ഫോടനമുണ്ടായപ്പോൾ ജനലുകളുടെ ചില്ലുകളെല്ലാം പൊട്ടി. അപ്പോൾ ഈ തോക്ക് എന്തിനാണ്? ആയുധവുമായി ഈ നാട്ടിലേക്ക് ആര് വന്നാലും വെടിവെച്ച് കൊല്ലും. ഇനി ചുമരിലെ ഈ ചിത്രം കാണാം. ലിഡിയ വിയർക്കോയുടെ ഭാര്യയാണ്. ചെർണോബിൽ ആണവ ദുരന്തത്തെ തുടർന്നായിരുന്നു മരണം. Мне 81 год уже. Готов взять ружье и этих гадов, которые придут сюда, бить, мочить, потому что у меня дочь, внук. Вот, если они придут сюда, я их вилами буду колоть, если оружие. Но оружие у меня есть. ഹിറ്റ്ലറുടെ ആക്രമണം മുതൽ ചെർണോബിൽ ദുരന്തം വരെ നേരിട്ടവരാണ് വിയർക്കോവിന്റെ തലമുറ. 2 തവണയും കൊല്ലപ്പെടാതെ അതിജീവിക്കാൻ കഴിഞ്ഞ അപൂർവം ചിലരിൽ ഒരാൾ. ഫ്രഞ്ച് അധ്യാപകനായ ആ വിയർക്കോയാണ് ഇന്ന് നാടിനായി ആയുധമേന്തുന്നത്. വാർഡെസ്ക്, ന്യൂസ് 18. വാർത്താ അവതരണത്തിനിടയിൽ പിന്നിൽ ബോംബ് വീണാൽ എന്തു ചെയ്യും? യുക്രൈൻ തലസ്ഥാനമായ കീവിലെ CBC ചാനൽ സ്റ്റുഡിയോയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. Here in Ukraine. Elaine? What happened? What the hell was that? I know. I don't know. It's almost like lightning. Because there's a big flash and then... Whoa! It was close. Close enough to see the flash. ഹാർക്കിവിലും കീവിലും ഇന്ത്യൻ പതാകയ്ക്ക് കീഴെ സുരക്ഷിതത്വം തേടി ഏഷ്യക്കാർ മുഴുവൻ. പാകിസ്ഥാനും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കൊപ്പം ത്രിവർണ്ണ പതാക ഏന്തുന്നത്. വെള്ളത്തുണിയിൽ സ്പ്രേ പെയിന്റ് ചെയ്തും വെള്ളക്കടലാസിൽ നിറം നൽകിയുമാണ് പതാകകൾ നിർമ്മിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഈ ബസ്സാണ് ഇന്ത്യൻ പതാക നൽകുന്ന ധൈര്യത്തിന്റെ അടയാളം. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ബസ്സിനുള്ളിൽ എന്ന് രേഖപ്പെടുത്തി ത്രിവർണ്ണ പതാകയുമായാണ് ഈ ബസ് അതിർത്തി കടന്നത്. റൊമേനിയയിലെ ബുക്കാറസ്റ്റിലെത്തിയ വിദ്യാർത്ഥികളാണിത്. പോളണ്ട് റൊമേനിയ അതിർത്തിയിലേക്ക് 100 കണക്കിന് വിദ്യാർത്ഥികൾ എത്തിയത് പതാക വീശിയും കുപ്പായത്തിൽ പതാക പിൻ ചെയ്ത് ചേർത്തുമാണ്. പാകിസ്ഥാനി വിദ്യാർത്ഥികൾക്കും പതാക സുരക്ഷ ഒരുക്കിയെന്ന് ഡൽഹിയിലെത്തിയ വിദ്യാർത്ഥികൾ. टर्किश बच्चे ने, एक पाकिस्तानी बच्चे ने, सबने भारत के झंडे पकड़ लिए थे ताकि उन्हें उनको हेल्प मिल रही थी मैम.
मिल रही है। भारतीय झंडा काम आया। भारतीय झंडे और भारतीय दोनों काम आया। ഇന്ത്യൻ പതാക വേണം എന്ന നിർദ്ദേശം വന്നതോടെ പെയിന്റ് കിട്ടുന്ന കട കണ്ടെത്തി തുറപ്പിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. वो फ्लैग मैंने अरेंज करा था. मैं भाग के जाके मार्केट गया, कलर स्प्रे लेके आया, फिर मैंने 6 कलर स्प्रे खरीदे. फिर मैं दूसरी दुकान पे गया, मैं कर्टन लेके आया, मैंने कर्टन काटा, फिर वो हैंड टू हैंड स्प्रे बनाया. वो मेरे पास वीडियो भी है. फिर हम जब घर से निकल रहे थे पूरी बस पे फ्लैग लगाए, फिर हमने नेशनल एंथम गाया, उसके बाद फिर हम निकले. മറ്റു ചിലർ ക്രയോണും വാട്ടർ കളറും ഉപയോഗിച്ച് കടലാസുകളിൽ പതാക വരച്ചു ചേർത്തു. പോളണ്ട്, റൊമേനിയ, ഹംഗറി, സ്ലോവേക്യ രാജ്യങ്ങളിലേക്കാണ് വിദ്യാർത്ഥികൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. വാർഡെസ്ക്, ന്യൂസ് 18. പാർട്ടിയിൽ പുരുഷ മേധാവിത്വമെന്ന് CPM സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. മന്ത്രി ആർ ബിന്ദുവാണ് പൊതുചർച്ചയിൽ ഗുരുതരമായ വിമർശനം ഉന്നയിച്ചത്. വിമർശനമുണ്ടായെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും സ്ഥിരീകരിച്ചു. 50% വനിതാ സംവരണം പാർട്ടിയിൽ നടപ്പാക്കുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയാണോ എന്നായിരുന്നു മറുചോദ്യം. ഖേദത്തോടെ പറയേണ്ടി വരികയാണെന്ന ആമുഖത്തോടെയായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ വിമർശനം. മറ്റു മേഖലകളിൽ എന്ന പോലെ പാർട്ടിയിലും പുരുഷ മേധാവിത്വമാണ്. മോശം പെരുമാറ്റത്തിനെതിരെ പരാതി നൽകിയാലും ചില ഘടകങ്ങൾ വേണ്ടവിധം പരിഗണിക്കുന്നില്ല. പരാതിക്കാർക്ക് അവഗണന നേരിടേണ്ടി വരികയാണെന്നും ആർ ബിന്ദു പറഞ്ഞു. വിമർശനമുണ്ടായെന്ന് കോടിയേരി സമ്മതിച്ചു. നിർഭയമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് CPIM. അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയുണ്ടോ? ഏത് വിമർശനവും പാർട്ടിക്കകത്ത് ഉന്നയിക്കാം. കമ്മിറ്റികളിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്നും പല വനിതാ പ്രതിനിധികളും ആവശ്യപ്പെട്ടു. പാർട്ടിയിലെ വനിതാ സംവരണം 50% ആക്കുമോ എന്ന ചോദ്യത്തിന് കോടിയേരിയുടെ മറുപടി ഇങ്ങനെ: സ്വാഭാവികമായിട്ട് വർദ്ധിക്കും. 50%. നിങ്ങൾ കമ്മിറ്റീനെ തകർക്കാൻ വേണ്ടി നടക്കുന്നതാണോ, അല്ല പ്രായോഗികമായ നിർദ്ദേശം വെക്കാൻ വേണ്ടി നടക്കുന്നതാണോ? സ്ത്രീ പുരുഷ സമത്വത്തിനായി പാർട്ടി കമ്മിറ്റികളിലും സമ്മേളനങ്ങളിലും ആവശ്യങ്ങൾ ശക്തമാകുമ്പോഴാണ് സമീപഭാവിയിലെന്നും CPMൽ അത്തരമൊരു തീരുമാനമുണ്ടാകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, പാർട്ടിയിൽ 50% വനിതാ സംവരണം വന്നാൽ അത് പാർട്ടിയെ തകർക്കില്ലേ എന്ന സംശയവും കോടിയേരി ഉന്നയിക്കുന്നു. സമ്മേളനങ്ങളിൽ നിന്നും വി അരുൺ, ന്യൂസ് 18. പോലീസിലെ കുഴപ്പക്കാരെ കണ്ടെത്താൻ ഇന്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന് CPM സംസ്ഥാന സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. പ്രാദേശിക പാർട്ടി പ്രവർത്തകരോട് വളരെ മോശമായാണ് പോലീസ് ഇടപെടലെന്നും വിമർശനമുണ്ടായി. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് പോലീസിനെതിരെ വിമർശനമുയർന്നത്. എന്നാൽ വിമർശനം ഉണ്ടായെന്ന വാർത്തകൾ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിഷേധിച്ചു. പോലീസിന്റെ പ്രവർത്തനത്തിൽ പരസ്യമായി പറയേണ്ട പ്രശ്നങ്ങൾ ഇപ്പോഴില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വന്ന പുറത്തു പറയത്തക്ക വിമർശനമൊന്നും വന്നിട്ടില്ല. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി കേന്ദ്ര നേതൃത്വം. വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കാമെന്നത് പാർട്ടി നയം തന്നെയാണെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. നയരേഖ പുതിയ കാര്യമല്ലെന്നും അധികാരമേറ്റ ശേഷം EMSഉം നയം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും യെച്ചൂരി വ്യക്തമാക്കി. സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികളുടെ ചർച്ച പൂർത്തിയാവും മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് CPM കേന്ദ്ര നേതൃത്വം. വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ നിക്ഷേപത്തിൽ നിന്ന് ഒരു സംസ്ഥാനത്തിനും ഒഴിഞ്ഞു നിൽക്കാനാവില്ലെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേന്ദ്ര സർക്കാരിന്റെ നയം തള്ളാൻ സംസ്ഥാന സർക്കാരുകൾക്കാവില്ല. സ്വകാര്യവൽക്കരണമല്ല, സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. Private investment comes into education. They would like to use these as educational shops for maximizing profit. But we are saying all such private institutions must come under social control, not under government control. എന്നാൽ സ്വകാര്യ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ സാമൂഹ്യനീതി അട്ടിമറിക്കപ്പെടാതെ ശ്രദ്ധിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിലും സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം എന്നാണ് CPM നിലപാട്. The fee structures for the students and the implementation of the policy of reservations, all this must be guaranteed and must be ensured by that social control. ഇത്തരം വിഷയങ്ങളിൽ നയരേഖ വ്യക്തതയുണ്ടാക്കുമെന്നും യെച്ചൂരി പറഞ്ഞു. നയരേഖ പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ചരിത്രം ഉദ്ധരിച്ചായിരുന്നു യെച്ചൂരിയുടെ മറുപടി. 1957 EMS സർക്കാർ അധികാരമേറ്റ ശേഷവും നയം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് യെച്ചൂരി പറഞ്ഞു. നയരേഖ CPM കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച കരട് രേഖയ്ക്ക് വിരുദ്ധമാണെന്ന വിമർശനങ്ങളെ കരട് രേഖ ഉയർത്തിക്കാട്ടി തന്നെയാണ് ജനറൽ സെക്രട്ടറി പ്രതിരോധിച്ചത്. സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുന്ന കാര്യങ്ങളിലടക്കം പാർട്ടിയും സർക്കാരും രണ്ടു വഴിക്കല്ലെന്ന് പറഞ്ഞ യെച്ചൂരി നയരേഖയെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്തു. കൊച്ചിയിലെ CPM സമ്മേളന വേദിയിൽ നിന്ന് പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18.
സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ സമരം ചെയ്തതിന് CPM മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വാശ്രയ വിഷയത്തിൽ കേരളത്തെ കലാപഭൂമിയാക്കിയ പാർട്ടിയാണ് CPM. മുൻ അംബാസിഡർ TP ശ്രീനിവാസന്റെ കരണത്തടിക്കുകയും ചെയ്തു. വികസന രേഖ അവതരിപ്പിച്ച പിണറായിക്ക് വലതുപക്ഷ വ്യതിയാനം ഉണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും VD സതീശൻ കണ്ണൂരിൽ പറഞ്ഞു. പഴയകാല നിലപാട് മാറ്റി പുതിയ നിലപാടിലേക്ക് കേരളത്തിലെ CPM വന്നിരിക്കുകയാണ്. നല്ല കാര്യമാണ്. കാരണം വൈകി മാത്രമേ CPMന് വിവേകമുദിക്കുകയുള്ളൂ എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ രണ്ട് കാര്യങ്ങളും. ഇടവേള. പുനഃസംഘടന നിർത്തിവെക്കാനുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് കോൺഗ്രസിൽ രൂപപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കം. പട്ടിക തിരുത്തുന്നതിന് അനുകൂല നിലപാടാണെങ്കിലും MPമാരടക്കം ഹൈക്കമാൻഡിനെ സമീപിച്ച ശൈലിയിൽ സുധാകരന് കടുത്ത വിയോജിപ്പുണ്ട്. പ്രശ്നപരിഹാരത്തിനായി സുധാകരനും VD സതീശനും തമ്മിൽ നാളെ ചർച്ച നടത്തിയേക്കും. സംഘടനാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഒന്നിച്ചതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും വലിയ മാറ്റങ്ങൾ രൂപപ്പെടുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കി ദേശീയ നേതൃത്വത്തിന്റെ അനുമതിയോടെ പുനഃസംഘടനാ പട്ടിക പുറത്തിറക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ വരുന്ന മുഴുവൻ വാർത്തയും അടിസ്ഥാനരഹിതമാണ്. തന്റെ പേരിൽ ഒരു ഗ്രൂപ്പും ഉണ്ടാകില്ല. ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് വ്യക്തിപരമായ അധിക്ഷേപം വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമെന്ന് സതീശൻ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് 3 മാസം കൂടി സാവകാശം തേടി ക്രൈംബ്രാഞ്ച്. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന പൂർത്തിയാകാനുണ്ടെന്നും പ്രതികളുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയെ അറിയിച്ചു. സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെ അടക്കം കൂടുതൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താൻ ഉണ്ടെന്നും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച തുടരന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ പറയുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ തുടരന്വേഷണം പൂർത്തിയാക്കാൻ മാർച്ച് 1 വരെയാണ് എറണാകുളം അഡീഷണൽ സ്പെഷ്യൽ സെഷൻസ് കോടതി സമയം നൽകിയിരിക്കുന്നത്. കണ്ണൂരിൽ CPM പ്രവർത്തകൻ ഹരിദാസനെ കൊലപ്പെടുത്തിയത് BJP മണ്ഡലം പ്രസിഡന്റ് K ലിജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ട്. 6 പേർ ഉൾപ്പെട്ട കൊലയാളി സംഘത്തിൽ 4 പേർ പിടിയിലായെന്നും 2 പേർ ഒളിവിലാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ഹരിദാസനെ കൊലപ്പെടുത്താൻ നേരത്തെ 3 തവണ പദ്ധതിയിട്ടതായും കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ഒരു RSS പ്രവർത്തകൻ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. പന്തക്കൽ സ്വദേശി P ശരത്താണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 12ആയി. പൊതുജനാരോഗ്യ രംഗത്ത് പുതിയ ചരിത്രമെഴുതി കോട്ടയം മെഡിക്കൽ കോളേജിലെ കരൾമാറ്റ ശസ്ത്രക്രിയ വിജയം. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സുബീഷും ഭാര്യ പ്രവിജയും ആശുപത്രി വിട്ടു. അവയവ മാറ്റത്തിനായി പുതിയ ടീം തന്നെ മെഡിക്കൽ കോളേജുകളിൽ രൂപീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു.
സംസ്ഥാനത്തെ സർക്കാർ മേഖലയിൽ പുതിയ ചരിത്രം എഴുതിയാണ് സുബീഷും പ്രവിജയും ആശുപത്രി വിടുന്നത്. ജീവിച്ചിരിക്കുന്ന ദാതാവിൽ നിന്ന് കരൾ പകുത്തു നൽകിയ ശസ്ത്രക്രിയ വിജയം കണ്ടു. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിന്നും ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഇരുവരും പങ്കുവച്ചു. സർക്കാരിൻ്റെ ഒരു ദൗത്യത്തിന് ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നല്ല സഹകരണമായിരുന്നു സാർമാരുടെ ഭാഗത്തുനിന്നും സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്നും. വളരെ അധികം നല്ല രീതിയിലുള്ള പെരുമാറ്റം കാര്യങ്ങളും നമുക്ക് നല്ല സഹകരണം, വളരെ സംതൃപ്തമാണ്. ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ നല്ല സന്തോഷമാണ്. ശസ്ത്രക്രിയ വിജയം കണ്ടത് ആരോഗ്യ മേഖലയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. മെഡിക്കൽ കോളേജുകളുടെ ചരിത്രത്തിൽ ആദ്യമായി വിജയകരമായി ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമായിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിനും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനും വളരെ സന്തോഷവും അഭിമാനവുമുള്ള നിമിഷങ്ങളാണ് ഇത്. സുബീഷ് അതുപോലെ ഡോണറായ ഭാര്യ പ്രജിത രണ്ടുപേരും സുഖമായിരിക്കുന്നു. പ്രജിത നേരത്തെ തന്നെ ഡിസ്ചാർജ്ഡ് ആയിരുന്നു. അടുത്ത ഒരു മാസം കൂടെ സുബീഷ് കോട്ടയത്ത് തന്നെ ഉണ്ടാകും. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി RS സിന്ധുവിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ഫെബ്രുവരി 14 പ്രണയദിനത്തിലായിരുന്നു 18 മണിക്കൂർ നീണ്ട കരൾമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ന്യൂസ് 18 കോട്ടയം. കായിക വാർത്തകൾ. രഞ്ജി ട്രോഫി എലൈറ്റ് ഗ്രൂപ്പ് മത്സരത്തിൽ കേരളത്തിനെതിരെ മധ്യപ്രദേശ് മികച്ച സ്കോറിലേക്ക് 2 വിക്കറ്റ് നഷ്ടത്തിൽ 215 റൺസ് പിന്നിട്ടു. സെഞ്ചുറി പിന്നിട്ട യാഷ്ദുലും 75 റൺസ് എടുത്ത രജത് പറ്റീദാറുമാണ് ക്രീസിൽ. 23 റൺസ് എടുത്ത ഹിമാൻഷു മന്ത്രിയും 11 റൺസ് എടുത്ത ശുഭം ശർമ്മയുമാണ് പുറത്തായത്. കേരളത്തിനായി ജലത് സക്സേനയും സിജോമോൻ ജോസഫും ഓരോ വിക്കറ്റ് എടുത്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.